അതായത് കറങ്ങുന്ന ഉരുളി കറങ്ങും. ചട്ടുകം മടങ്ങിയിരിക്കും. സാധാരണ ചില എല്ലാം ചെയ്യുന്ന ചട്ടു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചട്ടു സ്റ്റൈലാണ് ഉരുളി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അധികം തൊഴിലാളികൾ ആവശ്യമില്ല. വിദഗ്ധമായി അറിയുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. കൊടുക്കുന്ന ചൂട് കൃത്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവില്ല. ചെറിയൊരു രീതിയിലുള്ള പൊട്ടിത്തെറി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ്, ഈ മിഷനറിന്റെ ഒരു ഗുണമാണ്. ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മണിക്കൂർ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയവും. F-Zero വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പിണറായി എന്ന ഒരു സ്ഥലത്താണ്. പിണറായി ഫുഡ്സിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എന്റെ മുന്നിൽ കണ്ട ഒരു കുഞ്ഞൻ ഒരു മെഷീനാണിത്. ഇത് കുഞ്ഞനാണെങ്കിലും ഭീകരനാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. സ്നാക്സ് പെട്ടതാണ്. ഈ കിണ്ണത്തപ്പം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു മെഷീൻ വെച്ചിട്ട് കിണ്ണത്തപ്പം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ പിണറായി ഫുഡ്സ് കാണാൻ പോകുന്നത്. എങ്ങനെയാണ് എത്രമാത്രം ക്വാളിറ്റിയിൽ എത്രമാത്രം ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണണ്ടേ. നേരെ പിണറായി ഫുഡ്സിന്റെ വിശേഷങ്ങളിലേക്ക്. പിണറായി ഫുഡ്സിന്റെ ഓണർ വിനേഷാണ് ഇപ്പൊ കൂടെ ഉള്ളത്. വിനേഷാട്ടെ, ഈ ഒരു പ്രോജക്ട് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ട്? ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ നാല് മാസം കഴിഞ്ഞു. 4 മാസം. ഇതിന് മുന്നേ നമുക്ക് ഒലീവ് ഫുഡ്സ് ആയിരുന്നു അല്ലേ? അതെ, ഒലീവ് ഫുഡ്സ് 2018 നമ്മളൊരു 3 വർഷം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ ശരിയായി. പുട്ടുപൊടിയുടെ അല്ലെ, ഭയങ്കര വൈറലായിരുന്നു വീഡിയോ. അതെ, കുറെ ആള് കണ്ടിരുന്നു. നല്ല ആ വീഡിയോ കൊണ്ട് ശരിക്കും നല്ലൊരു ഉപകാരം ഉണ്ടായിരുന്നു. കുറെ ആൾ എൻക്വയറി വന്നിരുന്നു. ഇങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇതിപ്പോ നമ്മൾ ഒലീവ് ഫുഡ്സിന്റെ നല്ല രീതിയിൽ ഒരു വിജയമായപ്പോ അതിന്റെ സബ്സിഡറി ആയിട്ട് ആളുകളൊക്കെ എൻക്വയറി ആയിരുന്നു. നല്ല രീതിയിലുള്ള കിണ്ണത്തപ്പം, പിന്നെ അതുപോലെ അത്ര സാധനങ്ങളൊക്കെ ബേക്കറി സാധനങ്ങളോട് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചിട്ട് ആൾ ചോദിക്കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്കും കൂടി ഒന്ന് മാറിയത്. ഇപ്പൊ രണ്ടാമത്തെ ഒരു പ്രൊജക്ട് ആയിട്ട് ഞങ്ങൾ ഏറ്റെടുത്തതാണ്. ഇപ്പം പിന്നെ ബേക്കറിന്റെ സ്നാക്സ് ഐറ്റംസും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യൂണിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് നമ്മളിവിടെ കാണാൻ പോകുന്നത് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ? ഞാനിവിടെ വരാൻ കാരണം നിങ്ങൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു മെഷീനിലാണ് നിങ്ങൾ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന പറഞ്ഞിട്ടാണ് വന്നത്. അതായത് കറങ്ങുന്ന ഉരുളി കറങ്ങും, ചട്ടുകം മടങ്ങിയിരിക്കും. സാധാരണ ചില എല്ലാം ചെയ്യുന്ന ചട്ടു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ചട്ടു സ്റ്റൈലാണ് ഉരുളി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു കാഴ്ചയിലേക്ക് പോവാം. എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയിലേക്ക്. തീർച്ചയായും. കിണ്ണത്തപ്പത്തിന് ഇപ്പൊ നമുക്ക് കാര്യമായിട്ട് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ നമുക്കിപ്പോ നമ്മളെ നാട്ടുകാർ തന്നെയാണ് തേങ്ങ തീരുന്നത്. നാട്ടിലെ കർഷകർക്ക് തന്നെ നമ്മൾ കൂടുതൽ തേങ്ങ കളക്ട് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള വില കൊടുത്തുകൊണ്ട് തന്നെയാണ് നല്ല തേങ്ങ കളക്ട് ചെയ്തുകൊണ്ടാണ് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത്. തേങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം പിന്നെ അത് ഉടച്ച് ചിരവി തേങ്ങാപ്പാലെടുത്ത്, തേങ്ങാപ്പാലൊക്കെ നല്ല മെഷീൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും കൊഴുപ്പുള്ള പാൽ തന്നെ നമുക്ക് കിട്ടും. എല്ലാം മെഷീനാണ് യൂസ് ചെയ്യുന്നത്. മെഷീനാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏറ്റവും കൊഴുപ്പുള്ള പാലായിരിക്കും അതിൽ കിട്ടുക. കാരണം ഹെവി മെഷീനാണ്. പിന്നെ ഇതിലേക്ക് ഏറ്റവും നല്ലത് വേണ്ട ഏറ്റവും ഗുണനിലവാരമുള്ള ഏറ്റവും നല്ല അരിയാണ്. ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല പച്ചരി എന്ന് പറയുന്നത് കിസാൻ പച്ചരിയാണ്. ആ കിസാൻ ഗുജറാത്ത് പച്ചരിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ശർക്കര പാനി തയ്യാറാക്കലാണ്. ശർക്കര പാനി എന്ന് പറഞ്ഞാൽ നമ്മളെ ശർക്കര തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് എടുത്തിട്ട് അരിച്ചിട്ട് അത് ഉരുളിയിലേക്ക് ഒഴിക്കും. ആ ശർക്കര പാനിയിലേക്കാണ് നമ്മൾ ഈ പൊടിച്ച് കലക്കിയ അരി ഇടുന്നത്. ഇവിടെ നിങ്ങളുടെ ഉരുളി ഒരു സംഭവമാണ് അല്ലേ? അതെ, ഉരുളി എന്ന് പറഞ്ഞാൽ ഇതിപ്പം പുതിയൊരു ഇതാണ്. ഉരുളിയിലേക്ക് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഉരുളിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മിഷനാണ്. അതായത് പിന്നെ ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഉരുളിയാണ് കറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഗ്യാസാണ് കൃത്യമായ ചൂട്ടിൽ നമുക്ക് ഇതിനെ കിണ്ണത്തപ്പത്തിന് ഒരു കൃത്യമായ ചൂട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആ ഉരുളിയാണ് അതിന്റെ പ്രത്യേകത. ഒരിക്കലും തീ കുറഞ്ഞു പോവോ കൂടി പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. തീ കുറഞ്ഞു പോവോ കൂടി പോവോ അങ്ങനത്തെ അതിന്റെ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. അധികം തൊഴിലാളികൾ ആവശ്യമില്ല. നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ഇതിന് വിദഗ്ധമായി അറിയുന്ന ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. ഈ പിന്നെ ശർക്കര പാനിയും പിന്നെ അരിയും കൂടി ഇതാക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉരുളിയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു 3 മണിക്കൂർ ഏകദേശം അതിന്റെ പാകാകുക 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ പരിപ്പിടുന്നത്. പരിപ്പിലും പ്രത്യേകത നമ്മൾ ഉപയോഗിക്കുന്ന പരിപ്പ് എന്ന് പറയുന്നത് നാടാർ ഗോൾഡിന്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കാരണം സൈസിലൊക്കെ വ്യത്യാസം, സൈസ് നല്ല കറക്റ്റ് സൈസ് ആയിരിക്കും. പിന്നെ അതിന്റെ വേവും അതിന്റെ പാകവും ഒക്കെ കൃത്യമായിട്ടുള്ള പരിപ്പായിരിക്കും അതിന് വേണ്ടി ഉപയോഗിക്കുക. ആ പരിപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ കിണ്ണത്തപ്പത്തിനൊക്കെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പരിപ്പ് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത്. കാരണം മാർക്കറ്റിൽ അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഉപയോഗിച്ച കൂട്ടർ നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട്. പരിപ്പിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ 1 മണിക്കൂർ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അടുത്ത ഒന്നാം പാൽ ഒഴിക്കേണ്ട സമയമാവും. അപ്പോൾ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം പരുവം ആയി എന്നുള്ളതാണ് ഏകദേശം കണക്ക്. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് തേങ്ങാ കൊത്തിട്ടുള്ളതാണ്.
തേങ്ങാക്കൊത്തും പിന്നെ പശു നെയ്യും കൂടി ഉപയോഗിച്ച് തേങ്ങാക്കൊത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുന്നേ കണ്ട ഈ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ വല്ലാതെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പൊട്ടിത്തെറിയൊന്നും കാണില്ല. എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഉപയോഗിക്കുന്ന ചൂട് കൃത്യമായിരിക്കും. ഗ്യാസിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കൊടുക്കുന്ന ചൂട് കൃത്യമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാവില്ല. ചെറിയൊരു രീതിയിലുള്ള പൊട്ടിത്തെറി മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊക്കെ ഇതിന്റെ ഒരു ഗുണമാണ്, ഈ മിഷനറിന്റെ ഒരു ഗുണമാണ്. അതൊക്കെ സാധാരണ സ്ത്രീകളൊക്കെ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു പേടിച്ചിട്ടാണ് ദൂരോട്ട് നിൽക്കുന്ന ഒരു പേടി ഉണ്ടാവും. ഇതൊക്കെ തൊട്ടടുത്ത് തന്നെ നിന്നുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചെയ്യുന്നത് ഏലക്കാപ്പൊടി ചേർക്കലാണ്. ഏലക്കാപ്പൊടി ചേർത്ത് നമ്മൾ ഇത് പാകമായി ഇറക്കാൻ നോക്കുന്ന സമയത്താണ് നമ്മൾ അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നത്. അണ്ടിപ്പരിപ്പ് നല്ല കൂടുതൽ തന്നെ നമ്മൾ ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ആളുകൾക്ക് നല്ല രീതിയിൽ കിണ്ണത്തപ്പം കൊടുക്കണം എന്നുള്ള ഉദ്ദേശം തന്നെ നല്ലോണം അണ്ടിപ്പരിപ്പ് അത്യാവശ്യം നല്ല കാണാനുണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ട്, അത്യാവശ്യം കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിഷൻ്റെ വേറൊരു പ്രത്യേകത, ഈ മിഷൻ നമുക്ക് വേണ്ടതനുസരിച്ച് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് ചെരിച്ച് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് സ്ത്രീകൾക്ക് തന്നെ ഇത് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഈ മിഷൻ ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട ആംഗിൾ ഇത് ചെരിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് 1 കിലോ 1/2 കിലോ പാത്രങ്ങളിലാക്കി ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ചാണ് 1/2 കിലോ 1 കിലോ പാക്ക് ഈ 2 രീതിയിലാണ് ചെയ്യുന്നത്. 1/2 കിലോ 1 കിലോ പാത്രങ്ങളിലാക്കി ചൂടോടെ തന്നെ ഫില്ല് ചെയ്തിട്ട് വെക്കും. അത് കുറച്ച് തണിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ തൊട്ടടുത്ത നമ്മളെ കടകളിലേക്കും മാർക്കറ്റിലേക്കെല്ലാം ഇത് പോകുന്നുണ്ട്. ഡയറക്റ്റ് കസ്റ്റമറും കുറേ വാങ്ങിച്ചു പോകുന്നുണ്ട്. നല്ല ഓർഡർ വരുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനം. കിണ്ണത്തപ്പം അല്ലാതെ വേറെ എന്തൊക്കെ പ്രോഡക്റ്റ് നിങ്ങളോട് ഉണ്ടാക്കുന്നത്? കിണ്ണത്തപ്പം അല്ലാണ്ട് നമ്മളിപ്പം ബേക്കറിൻ്റെ എല്ലാ സ്നാക്സും ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ നല്ല നാടൻ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്, കിഴങ്ങ് വറുത്ത ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ മിക്സർ, പയ്യോളി മിക്സർ, കുഴലപ്പം, ചേമ്പിൻ്റെ ചിപ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് വെറൈറ്റി അച്ചാർ ചെയ്യുന്നുണ്ട്. ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഈത്തപ്പഴം നാരങ്ങ വെളുത്തുള്ളി അച്ചാർ ചെയ്യുന്നുണ്ട്, പിന്നെ മാങ്ങ അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ചേന അച്ചാർ ചെയ്യുന്നുണ്ട്. അതുപോലെ ആളുകൾ ആവശ്യപ്പെടുന്നതനുസരിച്ചിട്ട് നോൺ വെജ് അച്ചാർ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെമ്മീൻ, കല്ലുമ്മക്കായി. പിന്നെ ഇതൊക്കെ കൂടാണ്ട് തന്നെ നിങ്ങളിപ്പം 3 വർഷം മുമ്പ് നമ്മൾ ചെയ്ത ആ വീഡിയോ ഉണ്ടോ ലീഫ് ഫുഡ്സിൻ്റെ പുട്ടുപൊടിയുണ്ട്, പത്തിരിപ്പൊടിയുണ്ട്, ഈസി പാലപ്പം പൊടിയുണ്ട്, പായസം മിക്സുകളുണ്ട്. പായസം മിക്സ് തന്നെ പാലടയുണ്ട്, പിന്നെ റൈസ് പാലടയുണ്ട്, അതുപോലെ തന്നെ സേമിയുണ്ട്. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പായസം മിക്സുകൾ ചെയ്യുന്നുണ്ട്. കുറേ റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് നമ്മളിപ്പം ഒലീവ് ഫുഡ്സിൻ്റെതും പിണറായി ഫുഡ്സിൻ്റെ ബ്രാൻഡിൽ കുറേ ചെയ്യുന്നുണ്ട്. ഇത് എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തിപ്പോൾ? മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂർ ജില്ല തന്നെയാണ്. കണ്ണൂർ ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഡയറക്റ്റും പോകുന്നുണ്ട്. കുറേ ഏജൻസികൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ബേസിൽ സാധനം എടുത്ത് പോകുന്നുണ്ട്. അത് കുറേ ചെയ്യുന്നത്. പിന്നെ നമ്മളെ നാട്ടിലെ തന്നെ കസ്റ്റമർ നല്ല രീതിയിൽ നമ്മളെ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് തന്നെ നമ്മൾ ഏറ്റവും വലിയ സപ്പോർട്ട്. മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പുറത്തേക്കൊക്കെ ആരെങ്കിലും വിളിച്ചാൽ ഇപ്പം ബാംഗ്ലൂരിൽ നിന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ എത്തിക്കാൻ സൗകര്യം ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മളിപ്പം പിന്നെ ഓൾറെഡി നമ്മളിപ്പം ബാംഗ്ലൂരൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട്, മൈസൂർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബോംബെയിൽ നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ ഈ കിണ്ണത്തപ്പം ഇതുപോലത്തെ ബേക്കറി സ്നാക്സ് ഐറ്റംസിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ബാംഗ്ലൂരും മൈസൂരൊക്കെ നല്ല ഡിസ്ട്രിബ്യൂട്ടർ നോക്കുന്നുണ്ട്. നല്ല ഡിസ്ട്രിബ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ പല സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ നോക്കുന്നുണ്ട്. കാരണം മലയാളീസിന് അവിടെ ഒന്നും നമ്മളെ കിണ്ണത്തപ്പം കിട്ടാൻ പാടായിരിക്കും, കുറവായിരിക്കും. വളരെ അവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഞാനും ഒരു പ്രവാസിയായിരുന്നു. അപ്പോൾ ഞാൻ പ്രവാസി ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഇത്തരം പ്രൊഡക്റ്റുകൾ വളരെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി റെഡിയാണ്. സപ്പോർട്ട് ഉണ്ടാവും, നല്ല സപ്പോർട്ട് ഉണ്ടാവും. ഇത്രയാണ് പിണറായി ഫുഡ്സിന്റെ കിണ്ണത്തപ്പത്തിന്റെ വിശേഷങ്ങൾ. കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുപോലെ 1 കിലോ കണ്ട് നമ്മൾ 1/2 കിലോയുടെ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കണ്ട കിണ്ണത്തപ്പം മാത്രമല്ല പല സ്നാക്സുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാഴ്ചകളൊക്കെ വിനീഷേട്ടൻ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല പുറത്തുള്ള സ്റ്റേറ്റിലുള്ള ആളുകൾക്കും കോൺടാക്ട് ചെയ്യാം. അതായത് മൈസൂർ, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ കിണ്ണത്തപ്പം എത്താനൊക്കെ വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല അവിടെയൊക്കെയുള്ള പലരും ആഗ്രഹിക്കുന്നുണ്ട് ഈ കിണ്ണത്തപ്പം വാങ്ങിക്കാനും കഴിക്കാനൊക്കെ, നമ്മുടെ നാട്ടിൽ നിന്ന് പോയ മലയാളീസ് തന്നെ. അങ്ങനെയുള്ളവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.